വരൂ ഗൈസ്, അറസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ചക്കക്കൂരും കോവയ്ക്കും തോരൻ വെച്ചാലോ. അതിനാവശ്യമായി കോവയ്ക്കും ചക്കക്കൂരും എടുത്തിട്ടുണ്ട്. കോവയ്ക്കും ചക്കക്കൂരും നമുക്ക് ചെറുതായി അരിഞ്ഞിടുക, തൊലിയെല്ലാം കളഞ്ഞ് അരിഞ്ഞിട്ടു. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലിട്ട് നമുക്കിത് വേവിച്ചെടുക്കണം. ചക്കക്കൂര് ആദ്യം ഞാൻ വേവിച്ചെടുക്കുന്നുണ്ട്. പകുതി വന്നതിന് ശേഷം കോവയ്ക്കും ഇട്ട് കൊടുക്കാം. 4 മിനിറ്റ് നമുക്ക് കോവയ്ക്ക വേവിച്ചെടുക്കണം. അതിന് ശേഷം വെള്ളം ഒഴിച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. 4 മിനിറ്റിന് ശേഷം നമുക്ക് കോവയ്ക്കയും കൂടി ചേർത്ത് വേവിച്ചെടുക്കാം. അതിലേക്ക് ഉപ്പും ചേർത്ത് ഒരു മൂടിയും വെച്ച് നമുക്ക് ഒരു 5 മിനിറ്റും കൂടി വേവിച്ചെടുക്കണം. വേവിച്ചതിന് ശേഷം ചിരകിയ തേങ്ങയും ഇട്ട് കൊടുത്ത് ഒരു 2 മിനിറ്റും കൂടി വേവിച്ചെടുക്കാം. വെള്ളം വറ്റിയതിന് ശേഷം നമുക്ക് വാങ്ങി വെച്ച് നമുക്കതിന് കടുക് പൊട്ടിച്ചെടുക്കണം. അതിന് ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. പാത്രം ചൂടായതിന് ശേഷം എണ്ണ ഒഴിച്ച് കൊടുത്ത് എണ്ണ ചൂടായിട്ടാകുമ്പോൾ കടുകും ഇട്ട് കൊടുത്തു. കടുക് പൊട്ടിയതിന് ശേഷം കറിവേപ്പിലയും വറ്റൽമുളകും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുത്തു. അതൊന്ന് ഇളക്കി നമുക്ക് നേരത്തെ തയ്യാറാക്കിയ ചക്കക്കുരും കോവയ്ക്കയിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് യോജിപ്പിച്ചെടുക്കണം. തവി വെച്ച് നമ്മൾ യോജിപ്പിച്ചെടുത്തു. നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. കോവയ്ക്കും ചക്കക്കുരും റെഡിയായി കഴിഞ്ഞു. വറ്റൽമുളകിന് പകരം പച്ചമുളക് ചേർത്താലും മതി. പക്ഷെ കൂടുതൽ ടേസ്റ്റ് ഇങ്ങനെ ചെയ്തെടുക്കുമ്പോഴാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ.